Aló. Hola, Carlos. ഇത് ലെവലല്ലേ നമ്മുടെ ആരിഫ് ഹുസൈൻ. ഇങ്ങനല്ലേ പറഞ്ഞത് നമ്മളെന്തേലും. ഞാൻ ആദ്യം കരുതി കളവറിയുന്ന കേട്ടോ സംഭവം. പക്ഷെ നിസ്കരിച്ചിനെ ഇവനല്ല പറഞ്ഞ നമ്മളെ ഒസാമ ബില്ലാദിൻ്റെ പേരിൽ, അതുപോലെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ അജ്മൽ കസബിൻ്റെയും പേരിൽ മയ്യത്ത് നിസ്കരിച്ചിന്. ഞാൻ നിസ്കരിച്ചെന്ന് പറഞ്ഞു. ഞാനൊരു പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിന്. പള്ളീൻ്റെ പേരൊന്നും പറയില്ല. ഇപ്പല്ലേ പിടുത്തം കിട്ടിയേ. അതാ നിങ്ങൾ കണ്ടില്ലേ? ആ അപ്പം കളവല്ലട്ടാ, സംഭവം നിസ്കരിച്ചിനെ, ഓൻ നിസ്കരിച്ചിന്. പക്ഷേ ഇമാമ് അതാ രസം. ഷേഖുനല്ല, ഷേഖൂത്ത ജാമിദ ഉമ്മ ടീച്ചർ, നമ്മളെ ജാമിത്വാന്ന് ഇമാമ്. അപ്പോൾ അതിൻ്റെ വേക്കിൽ മൂപ്പർ. അപ്പോൾ സംഭവം കളവല്ലട്ടാ മൂപ്പർ. ഓ സത്യം പറയൂ, പള്ളിയുടെ പേര് പറയില്ല. ഇനിയിപ്പം പള്ളിയുടെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഏതായാലും നമ്മളെ പള്ളിയിൽ നിന്ന്, നമ്മൾ അറിയപ്പെടുന്ന പള്ളിയിൽ നിന്നും ആരും എന്തായിട്ടില്ല ഈ ഉസാമ ബില്ലാദിൻ്റെ പേരിലോ അല്ലെങ്കിൽ അജ്മൽ കസബിൻ്റെ പേരിൽ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ ഇവനേതായാലും നിസ്കരിച്ചെന്ന് പറഞ്ഞത് സംഭവം ശരി തന്നെ. പക്ഷേ ഒഴിച്ചത് ക്ലോസറ്റിലായി പോയിന്ന് മാത്രം. അപ്പോൾ നിസ്കരിച്ചിന് സംഭവം ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ. ഉസാമ ബില്ലാദിൻ്റെ പേരിലും അതുപോലെ അജ്മൽ കസബിൻ്റെ പേരിലൊക്കെ എന്തായാലും ഇങ്ങനെ വാ തുറന്നാൽ മറ്റുള്ള മതക്കാരുടെ ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാനും പച്ച കള്ളമാട്ടും വർഗീയത വിളമ്പാനും വേർതിരിവുണ്ടാക്കാനും ചേരിതിരിവുണ്ടാക്കാനും മാത്രം വാ തുറക്കുന്ന ഈ തീട്ടം അല്ലെങ്കിൽ പച്ച ചാണകം അല്ലേ, എന്ത് ഇങ്ങനെ ഒരു ഉളുപ്പ് കെട്ട സാധനം. എന്നിട്ടേ പറയണം ഉസാമ ബില്ലാദിൻ്റെ പേരിലും പള്ളികൾ നമസ്കരിച്ചിനി. ഞാൻ നിസ്കരിച്ചിനല്ലോ, കണ്ട് നീ നിസ്കരിച്ച കോലം. ഓ ഇമാമിന് പിന്നെ ഇമാമും കണ്ട് ജാമിത്തു. ഇങ്ങനെ സ്വയം പരിഹാസനാവുക, ഇങ്ങനെ വായിക്ക് തോന്നിയത് ഇങ്ങനെ പറയുക, എന്നിട്ട് ഇങ്ങനെ പരിഹാസനാവുക. നിൻ്റെ കാര്യം ഇത്രയും ഇല്ലൂടെ ആരിഫേ. ഇനി ഇതിലും നാണക്കെടാനും ഇതിലും കോലം കെടാനും നായ്ക്കോലം കെട്ടാനും നിൻ്റെ നായിനാക്കിയ ജീവിതം ഇനിയും ബാക്കിയുണ്ട്. എന്നോടുള്ള എന്ത് പറയാൻ? സൂര്യസ്ത പറഞ്ഞ പോലെ അങ്ങനെ പറയണേ, അവസാനം വഷളാവും ചെയ്യും. ഏതായാലും സുഹൃത്തുക്കളെ കണ്ടില്ലേ നിസ്കരിച്ചത്? ഓക്കെ, ഇൻഷാ അള്ളാ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്.